ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മോഹൻ്റെ താവളത്തിലെത്തുന്ന ടീച്ചർ അമ്മയോട് കൃഷ്ണചന്ദ്രൻ സാറിൻ്റെ കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുമെന്ന് മോഹൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങോട്ടെത്തുന്ന ജോണും മറഞ്ഞു നിന്ന് എല്ലാം കണ്ടോണ്ടിരിക്കുക. ആ കാഴ്ച കണ്ട് ടീച്ചറമ്മ വെപ്രാളം കാണിക്കുന്നത് കണ്ട് നിന്റെ ദേഹത്ത് വരഞ്ഞാൽ നീ ഇത്ര പിടയില്ല, പക്ഷേ ഇവിടെ വരഞ്ഞാൽ നീ പിടയും. ഈ പിടച്ചില എനിക്ക് കാണേണ്ടത് എന്ന് പറയുമ്പോൾ വേണ്ട, സാറിനെ ഒന്നും ചെയ്യരുതെന്ന് ടീച്ചറമ്മയും ടെൻഷനോടെ പറയുന്നുണ്ട്. ജോൺ സെൻഡ് ചെയ്ത ലൊക്കേഷൻ ട്രേസ് ചെയ്ത് വിഷ്ണുവും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. മോഹൻ സാറിന്റെ കഴുത്തിൽ കത്തി അമർത്തുമ്പോഴേക്കും മോഹൻ വേണ്ട പ്ലീസ് ടീച്ചറമ്മ വെപ്രാളത്തോടെ പറയുമ്പോഴേക്കും അതുവരെ മറഞ്ഞു നിൽക്കുകയായിരുന്ന ജോണും അങ്ങോട്ട് കുതിച്ചെത്തി പോറ്റിയെ തട്ടി മാറ്റിക്കൊണ്ട് മോഹനെ എതിരിടുന്നുണ്ട്. മോഹന്റെ കയ്യിലെ കത്തി താഴെ ഇടാനായി ജോൺ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോഴേക്കും മോനെ വേണ്ട ജോൺ, മോനെ സൂക്ഷിച്ച്, വേണ്ട ജോണെ എന്നൊക്കെ ടീച്ചറമ്മ വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. മോഹനുമായുള്ള മൽപ്പിടുത്തത്തിനൊടുവിൽ മോഹന്റെ കയ്യിൽ നിന്ന് ആ കത്തി താഴെ ഇടിക്കുന്നുണ്ട് ജോൺ. മോഹനെ തള്ളി മാറ്റിക്കൊണ്ട് ടീച്ചറമ്മയോടായി ടീച്ചറെ സാറിന്റെ കെട്ടഴിക്ക് എന്ന് പറയുമ്പോഴേക്കും ടീച്ചറമ്മയും വെപ്രാളത്തോടെ സാറിന്റെ കെട്ടഴിക്കാൻ തുടങ്ങുക. കെട്ടഴിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറമ്മയെ എതിർക്കാനായി പോറ്റി വരുന്നുണ്ടെങ്കിലും ഓരോ തവണയും ടീച്ചറമ്മ പോറ്റിയെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുക. വീണ്ടും വീണ്ടും പോറ്റി ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. ശല്യം സഹിക്കാനാവാതെ ടീച്ചറമ്മയും ഇയാൾക്കന്ന് സ്റ്റേഷനിൽ വെച്ച് കിട്ടിയത് മതിയായില്ലേ എന്ന് ചോദിച്ച് പോറ്റിയുടെ കവിളത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. അപ്പോഴേക്കും താഴോട്ട് വീണ മോഹനും എഴുന്നേറ്റ് ജോണുമായി അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ടീച്ചറമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയതിന്റെ ദേഷ്യത്തിൽ കവിള് തടവിക്കൊണ്ട് നിൽക്കുകയായിരുന്ന പോറ്റിയും ചുമ്മാതാണോ ഈ പാവം പട്ടാളക്കാരൻ ഇവരെ കളഞ്ഞിട്ട് ഓടിയത് എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പോഴും സാറിന്റെ കെട്ടഴിക്കാൻ കഴിയാതെ കുഴയുകയായിരുന്നു ടീച്ചറമ്മ. അതിനിടയിൽ മോഹൻ ജോണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോഴേക്കും മോഹനും വന്ന് ടീച്ചറമ്മയെ സഹായിക്കുന്നുണ്ട്. മോഹൻ നേരെ ഓടിച്ചെല്ലുന്നത് സന്തോഷിനെ കെട്ടിയിട്ട റൂമിലേക്കാണ്. അവരവിടെ സാറിന്റെ കെട്ടഴിക്കുമ്പോഴേക്കും മോഹനും സന്തോഷിന്റെ കെട്ടഴിച്ച് അവനോടായി അലമ്പുണ്ടാക്കരുത്, എൻ്റെ ഒപ്പം മര്യാദയ്ക്ക് നിൽക്കണം, നീ നിനക്ക് വേണ്ടിയാ, ഒക്കെ നിനക്ക് വേണ്ടിയാ, നിന്റെ ജീവിതം തകർത്തവളെ കൊല്ലണ്ടേ, വാ എഴുന്നേൽക്ക്, അവളെ കൊല്ലാം, നിന്റെ ഭാര്യയെ നിനക്ക് വേണ്ടേ, വാ എഴുന്നേൽക്ക്, എന്നോടൊപ്പം ധൈര്യമായിട്ട് വാ എന്ന് പറഞ്ഞ് സാറിനെ കെട്ടിയിട്ട് റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ജോണും ടീച്ചറമ്മയും കൂടി കൃഷ്ണചന്ദ്രൻ സാറിന്റെ കെട്ടെല്ലാം അഴിച്ചു കഴിഞ്ഞിരുന്നു. സാറിനെ ആ ചെയറിൽ നിന്ന് എണീപ്പിച്ചുകൊണ്ട് സാറും ടീച്ചറും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് ജോൺ അവരോടായി പറയുമ്പോഴേക്കും സന്തോഷിനെയും കൊണ്ട് മോഹൻ അങ്ങോട്ടെത്തുന്നുണ്ട്. ആ കാഴ്ച കാണെ അവർ നടുക്കത്തോടെ നോക്കി നിൽക്കുമ്പോൾ മോഹൻ ഒരു ചിരിയോടെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും പോറ്റിയും സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട്. ആകെ വെപ്രാളത്തോടെ അപ്പോൾ നിങ്ങൾ കൂടി അറിഞ്ഞിട്ടാ സന്തോഷിനെ ഇവിടെ എന്ന് ടീച്ചറമ്മ പോറ്റിയോടായി ചോദിക്കുമ്പോൾ ഇതൊക്കെ മോഹന്റെ ആയുധങ്ങളല്ലേ, വെപ്പൺസ് എന്ന് മോഹൻ ചോദിക്കുമ്പോൾ ഞങ്ങളാ ഇവനെ ഹോസ്പിറ്റലിൽ നിന്ന് പൊക്കിയത് എന്ന് പോറ്റിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും വെയിറ്റ് എന്ന് പറഞ്ഞ് മോഹൻ ചെന്ന് ആ ഡോർ അടച്ച് അങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നത് ശരിയല്ലല്ലോ, കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട് എന്ന് സന്തോഷിന്റെ അരികിലേക്ക് വന്ന് അവനെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ കൂടുതൽ അഭ്യാസമൊന്നും വേണ്ട, പോലീസ് ഇപ്പോൾ എത്തും എന്ന് ജോൺ പറയുന്നത് കേൾക്കെ പോറ്റിക്കും ആകെ പരിഭ്രമമാവുന്നുണ്ട്. മോഹനും പുച്ഛത്തോടെ പോലീസ് ഇവിടെ, ആ മണ്ടം പോലീസോ എന്ന് ചോദിക്കുമ്പോഴേക്കും വിഷ്ണുവും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. മോഹൻ അപ്പോഴേക്കും തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഗണ്ണെടുക്കുന്നത് കണ്ട് ടീച്ചറമ്മയും കൃഷ്ണചന്ദ്രൻ സാറും എല്ലാം പരിഭ്രമത്തോടെ നോക്കിക്കൊണ്ട് നിൽപ്പാ. മോഹൻ ആ തോക്കെടുത്ത് സന്തോഷിന്റെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് ഇല്ല ഞാൻ പഠിപ്പിച്ചു തരാട്ടോ, വിരലിനി ഇവിടെ പിടിക്ക് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിനെ കൊണ്ട് ആ തോക്ക് ടീച്ചറമ്മയുടെ നേരെ പിടിപ്പിച്ചുകൊണ്ട് നിന്റെ വിവാഹ ജീവിതം തകർത്ത നിന്റെ ടീച്ചറിന്റെ നെഞ്ചത്ത് വെക്ക്, മടിക്കാതെ വെക്കടാ എന്ന് പറഞ്ഞ് സന്തോഷിനെ കൊണ്ട് ടീച്ചറമ്മയുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ടീച്ചറമ്മയോടായി മോഹൻ നിന്നെ തീർത്താലേ ആ കളിക്കൊരു സുഖമില്ലടി, നിന്റെ പ്രിയ ശിഷ്യനും മരുമോനും ഇവന്റെ കൈകൊണ്ടാവുമ്പോ കാണുന്ന എനിക്കും ഒരു തൃപ്തിയാടി എന്നൊക്കെ മോഹൻ പറയുമ്പോഴേക്കും സന്തോഷേ മോനെ വേണ്ട, സന്തോഷേ ആ തോക്കങ്ങ് കളയടാ എന്നൊക്കെ ടീച്ചറമ്മ വെപ്രാളത്തോടെ പറഞ്ഞോണ്ടിരിക്കുക. അത് കേൾക്കെ മോഹനും എടാ മരുമോനെ നീ ഒന്നും ആലോചിക്കണ്ട, നിന്റെ ജീവിതം ഈ വിധത്തിലാക്കി കുട്ടിച്ചോറാക്കിയവളാ ഇവള് എന്ന് അവനോടായി പറയുമ്പോൾ സന്തോഷേ വേണ്ട എന്ന് ടീച്ചറമ്മയും ജോണും പരിഭ്രമത്തോടെ പറയുന്നുണ്ട്. വെക്കി കൊല്ലവളെ എന്ന് മോഹൻ ഒച്ചയെടുക്കുമ്പോഴേക്കും നിന്റെ ടീച്ചറാ പറയുന്നത്, വേണ്ട മോനെ എന്ന് ടീച്ചറമ്മ വെപ്രാളത്തോടെ പറയുമ്പോൾ സന്തോഷേ വേണ്ട എന്ന് കൃഷ്ണചന്ദ്രൻ സാറും ജോണും ഞാനല്ലേ പറയുന്നത് വെക്കെന്ന് മോഹൻ വീണ്ടും സന്തോഷിനോടായി പറയുമ്പോൾ കൃഷ്ണചന്ദ്രൻ സാറും വെപ്രാളത്തോടെ സന്തോഷേ വേണ്ട, അങ്ങനെ ചെയ്യരുത്, നിന്റെ ടീച്ചറാണ് എന്ന് വിളിച്ചു പറയുന്നത് കേൾക്കെ ഇവനെ ജീവിതത്തിൽ തോൽപ്പിച്ച ടീച്ചറല്ലേ, ഇവൻ ശിക്ഷിക്കട്ടടാ എന്ന് മോഹനും വിളിച്ചു പറയുന്നുണ്ട്. അരുത് മോനെ എന്ന് സാർ വീണ്ടും പരിഭ്രമത്തോടെ വിളിച്ചു പറയുമ്പോൾ വെക്കടാ, കൈ മര്യാദയ്ക്ക് പിടിച്ചു വെക്ക്, നീ ധൈര്യമായിട്ട് വെക്ക്, നേരെ പിടിക്ക് എന്ന് പറഞ്ഞവനെ വെടിവെപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മോനെ വേണ്ട എന്ന് പരിഭ്രമത്തോടെ ടീച്ചറമ്മയും വിളിച്ചു പറയുന്നുണ്ട്. അപ്പോഴേക്കും വിഷ്ണുവും കൂട്ടരും മോഹന്റെ താവളത്തിന് മുന്നിലെത്തി ജീപ്പിൽ നിറങ്ങുന്നുണ്ട്. മോനെ അരുതെന്ന് ടീച്ചറമ്മ വെപ്രാളത്തോടെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും
സന്തോഷ് ടീച്ചറുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽപ്പാ. അപ്പോഴേക്കും വിഷ്ണുവും കൂട്ടരും അകത്തോട്ട് കയറി തുടങ്ങുന്നുണ്ട്. ഗണ്ണും പിടിച്ചു നിൽക്കുന്ന സന്തോഷിനായടായി നിന്റെ ടീച്ചറിന്റെ നെഞ്ചത്ത് വെക്കടാ കാഞ്ചി വലി എന്ന് മോഹൻ അലറുമ്പോ സന്തോഷം അത് മനസ്സിലേക്ക് ഉൾക്കൊണ്ട് അനിയെ തന്നെ ഗൺ പിടിച്ച് ടീച്ചർ അമ്മയുടെ നേരെ ഉന്നം വെച്ചുകൊണ്ട് നിൽപ്പാ. വേണ്ട, നിന്റെ ടീച്ചറാണ് എന്ന് കൃഷ്ണചന്ദ്രൻ സാർ അവിടെ കിടന്ന് അലറുന്നുണ്ടെങ്കിലും മോഹൻ കാഞ്ചി വലിക്കാനായി സന്തോഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ധൈര്യമായി കാഞ്ചി വലിക്കേ, ഈ ഒരു ചാൻസ് നിനക്ക് കിട്ടില്ല എന്ന് മോഹൻ പറയുമ്പോഴേക്കും സന്തോഷ് ആ തോക്കിന്റെ കാഞ്ചി വലിക്കുന്നുണ്ട്. അത് കാണേ ടീച്ചർ അമ്മയുടെ മുന്നിലേക്ക് ചാടുന്ന ജോണിനാണ് ആ വെടിയേൽക്കുന്നത്. ടീച്ചർ അമ്മയും കൃഷ്ണചന്ദ്രൻ സാറും വെടികൊണ്ട ജോണിനെ വെപ്രാളത്തോടെ താങ്ങി നിർത്തുമ്പോഴേക്കും ആകെ നിരാശനാവുന്ന മോഹനും സന്തോഷിനോടായി എവിടെ നോക്കിയാടാ മരപ്പാവെ വെടിവെച്ചത്. നിലത്തേക്ക് വീണ ജോണിനെ താങ്ങി നിർത്തി നിലവിളിച്ചുകൊണ്ടിരിക്കുക ടീച്ചർ അമ്മയും കൃഷ്ണചന്ദ്രൻ സാറും. അപ്പോഴേക്കും വിഷ്ണുവും ആ അടച്ചിട്ട ഡോറിനരികിലേക്ക് എത്തി. ഏയ് തുറക്ക്, ഓപ്പൺ ദ ഡോർ, പോലീസ് ഉണ്ട് ചുറ്റും എന്ന് പറഞ്ഞ് ആ ഡോറിൽ തട്ടിക്കൊണ്ടേയിരിക്കുക. വിഷ്ണു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആ വാതിൽ തള്ളി തുറക്കുമ്പോഴേക്കും അകത്തേക്കെത്തുന്ന വിഷ്ണുവിനെ കണ്ട് മോഹനും പുറകെ ഓറ്റിയും ഓടുന്നുണ്ട്. കൂടെയുള്ള പോലീസുകാരോട് മോഹനെ പിടിക്കാനായി വിഷ്ണു പറയുമ്പോഴേക്കും അവർ മോഹന്റെ പുറകെ ഓടുന്നുണ്ട്. അപ്പോഴേക്കും SI പത്മനാഭനും കൂട്ടരും അങ്ങോട്ടെത്തിയിരുന്നു. ജോൺ നിലത്ത് കിടന്ന് വേദന കൊണ്ട് പുളയുമ്പോഴേക്കും തോക്കും പിടിച്ച് വിറയിലോടെ നിൽക്കുന്ന സന്തോഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് വിഷ്ണു ജോണിനെ താങ്ങിയെടുക്കുന്നുണ്ട്. SI പത്മനാഭനും കൂട്ടരും അകത്തോട്ട് കയറുമ്പോഴേക്കും രക്ഷപ്പെട്ടോടുന്ന പോറ്റിയെയും മോഹനെയും പിടിക്കാനായി കുറച്ച് പോലീസുകാർ അവന് പുറകെ ഓടുന്നുണ്ട്. വിഷ്ണുവും സാറും കൂടി സന്തോഷിനെ താങ്ങിയെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും തോക്കും പിടിച്ചു നിൽക്കുന്ന സന്തോഷിനെ ഒരു നിമിഷം വെപ്രാളത്തോടെ നോക്കിക്കൊണ്ട് വിഷ്ണു സന്തോഷല്ല അത് ചെയ്തത്, വിഷ്ണു സന്തോഷല്ല എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ നമുക്ക് നോക്കാമെന്ന് ജോണിനെ താങ്ങിയെടുത്തോണ്ട് വിഷ്ണുവും പറയുന്നുണ്ട്. ഇങ്ങോട്ടെത്തുന്ന SI പത്മനാഭനോട് പത്മനാഭ ടേക്ക് ഹിം എന്ന് തോക്കും പിടിച്ചു നിൽക്കുന്ന സന്തോഷിനെ ചൂണ്ടിക്കൊണ്ട് വിഷ്ണു വിളിച്ചു പറയുമ്പോഴേക്കും പത്മനാഭനും സന്തോഷിന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചെടുത്ത് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പുറകെ ഓടുന്ന പോലീസുകാരന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് മോഹനും പോറ്റിയും അപ്പോഴേക്കും രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. പരിക്കേറ്റ ജോണിനെയും ടീച്ചറമ്മയെയും കൃഷ്ണചന്ദ്രൻ സാറിനെയും കയറ്റിക്കൊണ്ട് വിഷ്ണുവിന്റെ ജീപ്പ് കുതിച്ചു പായുമ്പോഴേക്കും രക്ഷപ്പെട്ടോടി തളർന്നൊരിടത്തിൽ മോഹൻ പോറ്റിയോടായി പറയുന്നുണ്ട്, തോൽക്കില്ല, ഞാൻ തോൽക്കില്ലെന്ന്. പിന്നീട് ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ടെൻഷനോടെ ഇരിക്കുന്ന മേരിക്കുട്ടി ടീച്ചറെയാണ് കാണിക്കുന്നത്. പ്രാർത്ഥനയോടെ ടീച്ചർ അമ്മയും അവിടെ ഉലാത്തിക്കൊണ്ടിരിക്കുക. സങ്കടത്തോടെ കരയുന്ന മേരിക്കുട്ടിയുടെ അടുത്തേക്ക് വന്ന് മേരി, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ജോൺ ചാടിയത്. എനിക്ക് കിട്ടേണ്ടിയിരുന്ന വിധിയാ പാവം ജോണിന് കിട്ടിയത്. എനിക്കായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും തീർന്നേനെ എന്ന് പറഞ്ഞ് സരസവും മേരിക്കുട്ടിയുടെ അടുത്തേക്ക് ഇരിക്കുമ്പോഴേക്കും നീ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് അപകടത്തിലേക്ക് പോകുന്നെന്ന് എനിക്ക് തോന്നിയിട്ടാ ജോണിനെ പറഞ്ഞു വിട്ടത്. ഇപ്പോ ഇങ്ങനൊന്നും ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ നടന്നു ചെന്ന് ആ ഡോറിനടുത്ത് നോക്കിയിട്ട് വീണ്ടും തിരികെ സരസുവിന് അരികിലേക്ക് വന്ന് എടി ജോണിന് എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞാനില്ല സരസു, ഞാനില്ല എന്ന് സങ്കടത്തോടെ പറയുമ്പോൾ നീ പേടിക്കാതെ മേരി, ഒരു കുഴപ്പവും വരില്ല. എന്റെ പ്രാർത്ഥനയുണ്ട്. ഞാൻ നെഞ്ചുരുകി വിളിക്കുക എന്റെ കണ്ണനെ. എനിക്കായി മുറിവേറ്റ കുഞ്ഞിനെ എന്റെ ഗുരുവായൂരപ്പൻ കാക്കും, എനിക്കുറപ്പുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഒരു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തോട്ടിറങ്ങി വന്ന് ജോണിന്റെ സർജറി കഴിഞ്ഞു, ജോണിപ്പോ സ്റ്റേബിൾ ആണ്, പേടിക്കാനില്ല എന്ന് പറയുന്നത് കേട്ട് മേരിക്കുട്ടി ടീച്ചർക്കും സരസ്വതി ടീച്ചർക്കും ആശ്വാസമാവുന്നുണ്ട്. ഇടത്തെ തോളിലാ ബുള്ളറ്റ് തറഞ്ഞത്. തോൾ മസിലിൽ കയറിയ ബുള്ളറ്റ് ഹാർട്ടിനോ ലങ്സിനോ നെർവ്സിനോ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. അതാ അപകടം ഒഴിവായത്. ബുള്ളറ്റ് കോളർ ബോണിന് താഴെ കുടുങ്ങിയിരിക്കുന്നു. അത് സർജറിയിലൂടെ പൂർണ്ണമായും പുറത്തെടുത്തു. ചെറിയ മസിൽ ഡാമേജ് ഉണ്ട്, പക്ഷേ സ്ഥിരമായി അതൊരു പ്രശ്നമുണ്ടാവില്ല. 2-3 ദിവസത്തിനകം റൂമിലേക്ക് മാറ്റാം എന്ന് ഡോക്ടർ പറയുമ്പോൾ ജോണിന് വേദനയുണ്ടോ ഡോക്ടർ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട്. അനസ്തേഷ്യയുടെ മയക്കം മാറിയില്ല, മാറുമ്പോൾ പെയിൻ ഉണ്ടാവും. മയക്കം മാറുമ്പോൾ അമ്മയെ കാണിക്കാം, ഓക്കെ എന്ന് പറഞ്ഞ് ഡോക്ടർ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. മേരിക്കുട്ടി ടീച്ചർ അപ്പോഴേക്കും സരസുവിനോടായി ജോണിന് നിന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് കാക്കാൻ കഴിഞ്ഞല്ലോ, എനിക്ക് വല്ലാത്ത സന്തോഷവും സമാധാനവുമുണ്ട് എന്ന് പറയുമ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെയാ ജോൺ എന്നെ രക്ഷിച്ചത്. ആ ഒരു സ്നേഹം എനിക്കെന്നും ജോണിനോടുണ്ടാവും എന്ന് സന്തോഷത്തോടെ സരസു പറയുന്ന കേൾക്കെ മേരിക്കുട്ടിയുടെ കണ്ണുകളും നിറയുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ കിടക്കുന്ന സന്തോഷിനെയാണ് കാണിക്കുന്നത്. കൈകൊണ്ട് തോക്ക് ചൂണ്ടി നിൽക്കുന്നത് പോലെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കൊല്ലും ഞാൻ, പോലീസാണെന്നൊന്നും ഞാൻ നോക്കില്ല, എന്നെ തൊട്ടാ വെടിവെക്കും ഞാൻ, കൊല്ലും, എല്ലാത്തിനെയും കൊല്ലും എന്ന് പറയുന്നത് കേൾക്കെ അത് നോക്കിയിരിക്കുന്ന വിഷ്ണുവിനോടായി പത്മനാഭൻ പറയുന്നുണ്ട്, സാറേ ഇത് കിളിപോയ കേസാ, വല്ല വള്ളിക്കെട്ടുമായാലൊന്ന്. സെല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന സന്തോഷിന്റെ അരികിലേക്ക് വിഷ്ണു എത്തി, സന്തോഷേ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ആരാ നീ, ആരാ എന്ന് സന്തോഷം. അങ്ങോട്ടെത്തുന്ന പത്മനാഭനും വിഷ്ണുവിനോടായി സാറേ സാറിന്റെ റിലേറ്റീവ് അല്ലേ, ഇവന് വേണ്ടപ്പെട്ടവരെ വിളിക്കാം, അല്ലെങ്കിൽ പണിയാവുമെന്ന് പറയുമ്പോൾ അവരുടെ കോണ്ടാക്ട് എൻ്റെ കയ്യിലില്ല, സരസ്വതി ടീച്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു ചെന്ന് തൻ്റെ മൊബൈൽ എടുത്ത് ടീച്ചർ അമ്മയെ വിളിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ മേരിക്കുട്ടി ടീച്ചറുടെ കൂടെ ഇരിക്കായിരുന്ന സരസ്വതി ടീച്ചറും
വിഷ്ണുവിന്റെ കോൾ കണ്ട് വിഷ്ണുവാ എന്ന് പറഞ്ഞെണീറ്റ് കോൾ അറ്റൻഡ് ചെയ്ത് വിഷ്ണു എന്ന് വിളിക്കുമ്പോഴേക്കും അമ്മ ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട്. ഞാനും മേരിക്കുട്ടിയും ഇപ്പോൾ ഹോസ്പിറ്റലിലാ. ജോണിന്റെ സർജറി കഴിഞ്ഞു. ഡോക്ടറെ കണ്ട് സംസാരിച്ചു. പ്രശ്നമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അനസ്തേഷ്യയുടെ മയക്കം കഴിയുമ്പോൾ ജോണിന് കയറി കാണാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഓക്കെ, ഞാൻ വിളിച്ചതേ സന്തോഷിന്റെ വീട്ടുകാരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എടുക്കാനാ. അതൊന്ന് പറയാവോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അത് നോക്കണം വിഷ്ണു. നമ്പർ ഞാൻ മെസ്സേജ് അയച്ചു തന്നാ മതിയോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ മതി, മെസ്സേജ് അയച്ചാൽ മതി, ഇപ്പൊ തന്നെ അയച്ചേക്കണേ എന്ന് വിഷ്ണു പറയുമ്പോൾ ശരി അയക്കാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മയും കോൾ വെക്കുകയാ. ടീച്ചറമ്മ മേരിക്കുട്ടിയുടെ അരികിലേക്ക് ചെന്ന് വിഷ്ണുവാ സന്തോഷിന്റെ വീട്ടുകാരുടെ നമ്പർ ചോദിച്ചു വിളിച്ചതാ. ഞാൻ അന്ന് സന്തോഷിനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോഴേ കുഞ്ഞോട് സംശയം പറഞ്ഞതാ. ഇതിന്റെ പിന്നിൽ മോഹനായിരിക്കുമെന്ന്. അന്നേരം അവളും ചോദിച്ചു, വയ്യാത്ത സന്തോഷിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് മോഹൻ എന്ത് ഗുണമാണെന്ന്. ഇപ്പോൾ നമ്മൾ അറിഞ്ഞല്ലോ അയാളുടെ പ്ലാൻ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഇനി മോഹന്റെ പ്ലാനും അടവും ഒന്നും നടക്കില്ല. ഉടനെ പോലീസ് അയാളെ പിടിക്കും എന്ന് മേരിക്കുട്ടിയും. അതത്ര എളുപ്പമൊന്നുമല്ല മേരി. മറഞ്ഞു നിന്ന് തന്ത്രം മെനയാനും കളിക്കാനും അയാൾ വിദഗ്ധനാ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അനസ്തേഷ്യയുടെ മയക്കത്തിൽ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന ജോണിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കേസ് സന്തോഷിന്റെ തലയിലാവാതിരിക്കാനുള്ള വഴി ജോൺ കണ്ടെത്തുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.